ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് കളിക്കാരൻ്റെ കഥയാണിത്. ആവേശവും വീഴ്ചയും അതിജീവനവുമൊക്കെ കൂടിച്ചേർന്നൊരു കഥ. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നൂറ്റാണ്ടുകളായുള്ള ചരിത്രത്തിൽ ശാന്തകുമാരൻ ശ്രീകാന്തിനോളം വൈകാരികതയും നാടകീയതയും നിറഞ്ഞ മറ്റൊരു കളിക്കാരനില്ല. ഒരുപക്ഷെ ഇൻസ്വിംഗറും ഔട്ട്സ്വിംഗറും ഒരുപോലെ വഴങ്ങുന്ന ഒരു അപൂർവ പേസ് ബൗളർ. ക്രിക്കറ്റ് മൈതാനത്തെ അഗ്രസീവ് ബൗളിങ്ങിലൂടെ എതിരാളികളെ വിറപ്പിച്ച മലയാളി. 2007-ലെയും 2011-ലെയും ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ച കളിക്കാരൻ അതായിരുന്നു ശ്രീശാന്ത്. എന്നാൽ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞ ചരിത്രവും ശ്രീശാന്തിൻ്റെതാണ്. സ്പോട്ട് ഫിക്സിംഗ് ആരോപണം, തിഹാർ ജയിലിലെ ഇരുട്ടറ, ക്രിക്കറ്റിൽ നിന്നുള്ള ആജീവനാന്ത വിലക്ക്, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ശ്രീശാന്തിൻ്റെ ജീവിതം. എന്തായിരുന്നു ശ്രീശാന്തിൻ്റെ യഥാർത്ഥ ജീവിത കഥ? അദ്ദേഹം തെറ്റുകാരനായിരുന്നോ അതോ വ്യവസ്ഥിതിയുടെ ഇരയോ? നമുക്കൊന്ന് നോക്കാം. 1983 ഫെബ്രുവരി 6 കോതമംഗലത്താണ് ശാന്തകുമാരൻ നായരുടെയും സാവിത്രി ദേവിയുടെയും 4 മക്കളിൽ ഇളയവനായി ശ്രീശാന്ത് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിലും നൃത്തത്തിലും ഒരുപോലെ താല്പര്യമുണ്ടായിരുന്ന ശ്രീശാന്ത് കൗമാരകാലത്താണ് ക്രിക്കറ്റിലേക്ക് ഗൗരവമായി തിരിയുന്നത്. തുടക്കത്തിൽ ഒരു ലെഗ് സ്പിന്നറായിരുന്നു ശ്രീശാന്ത്. എന്നാൽ തൻ്റെ ചേട്ടൻ്റെ പ്രോത്സാഹനവും യോർക്കറുകൾ എറിയാനുള്ള ആഗ്രഹവും ശ്രീശാന്തിനെ ഫാസ്റ്റ് ബൗളിങ്ങിലേക്ക് മാറ്റി. കഠിനാധ്വാനം നിറഞ്ഞ പരിശീലനത്തിലൂടെ അദ്ദേഹം വേഗതയും സ്വിംഗും കൈവരിച്ചു. ചെന്നൈയിലെ പ്രശസ്തമായ MRF പേസ് ഫൗണ്ടേഷനിൽ മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസ താരം ഡെന്നിസ് ലില്ലിയുടെ കീഴിൽ ശിക്ഷണം ലഭിച്ചത് ശ്രീശാന്തിൻ്റെ കരിയറിലെ തന്നെ വലിയ വഴിത്തിരിവായി. പന്തിൻ്റെ സീം പൊസിഷൻ പെർഫെക്റ്റായി നിലനിർത്താൻ ലില്ലി ശ്രീശാന്തിനെ പഠിപ്പിച്ചു. 2002-2003 സീസണിൽ കേരളത്തിനായി രഞ്ജി ട്രോഫി അരങ്ങേറ്റം കുറിച്ച ശ്രീശാന്ത് 2004 നവംബറിൽ ഹിമാചൽ പ്രദേശിനെതിരെ ഹാട്രിക് നേടി വാർത്തകളിൽ ഇടം പിടിച്ചു. തുടർന്ന് ദുലീപ് ട്രോഫിയിലും 2005-ലെ ചലഞ്ചർ ട്രോഫിയിലും ഇന്ത്യ ബി ടീമിനായി ഇന്ത്യ എ ടീമിനെതിരെ 5 വിക്കറ്റ് വീഴ്ത്തിയതോടെയും ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ ശ്രീശാന്തിലേക്ക് തിരിഞ്ഞു. 2005 ഒക്ടോബർ 25 നാഗ്പൂരിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന അരങ്ങേറ്റം നടക്കുകയാണ്. ആദ്യ വിക്കറ്റായി ശ്രീശാന്ത് പുറത്താക്കിയത് തിലകരത്നെ ദിൽഷനെ. തുടർന്ന് 2006 മാർച്ച് 1 ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ശ്രീശാന്ത് എന്ന മാച്ച് വിന്നർ ബൗളറെ ക്രിക്കറ്റ് ലോകം ശരിക്കും തിരിച്ചറിഞ്ഞത് 2006 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജോഹന്നാസ്ബർഗ് ടെസ്റ്റിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ വെറും 40 റൺസ് വഴങ്ങി 5 വിക്കറ്റുകളാണ് ശ്രീശാന്ത് വീഴ്ത്തിയത്. ഗ്രെയിം സ്മിത്ത്, ഹാഷിം അംല, ജാക്വിസ് കാലിസ് തുടങ്ങിയ വമ്പന്മാരെയാണ് ശ്രീശാന്ത് മടക്കി അയച്ചത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് വിജയമായിരുന്നു അത്. ഈ മത്സരത്തിലാണ് ആൻഡ്രെ നെല്ലിൻ്റെ സ്ലെഡ്ജിങ്ങിന് മറുപടിയായി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ സിക്സർ പറത്തി ശ്രീശാന്ത് മൈതാനത്ത് ബാറ്റുയർത്തി നൃത്തം ചെയ്തത്. ആ ദൃശ്യം ഇന്നും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രശസ്തമായ നിമിഷങ്ങളിലൊന്നാണ്. 2007 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആദ്യ T20 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ശ്രീശാന്തിൻ്റെ പങ്ക് വലുതായിരുന്നു. സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി മാത്യു ഹേഡിൻ്റെയും ആദം ഗിൽക്രിസ്റ്റിൻ്റെയും വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളിംഗ് സ്പെൽ ചരിത്രമാണ്. ഫൈനലിൽ അവസാന ഓവറിൽ പാകിസ്ഥാന്റെ മിസ്ബാ ഉൾ ഹക്ക് ഉയർത്തിയടിച്ച പന്ത് ജോയിന്റ് ഫൈൻ ലെഗിൽ ശ്രീശാന്തിൻ്റെ കൈകളിൽ ഭദ്രമായി ഒതുങ്ങിയപ്പോൾ ഇന്ത്യ ആദ്യ T20 ലോകകപ്പിൽ മുത്തമിട്ടു. 2011 മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏകദിന ലോകകപ്പ് ഉയർത്തുമ്പോഴും ഫൈനൽ 11-ൽ പന്തെറിയാൻ ശ്രീശാന്ത് ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടെസ്റ്റിൽ 27 മത്സരങ്ങളിൽ നിന്നും 87 വിക്കറ്റുകളും, ഏകദിന ക്രിക്കറ്റിൽ 53 മത്സരങ്ങളിൽ നിന്നും 75 വിക്കറ്റുകളും, T20-യിൽ 10 മത്സരങ്ങളിൽ നിന്നും 7 വിക്കറ്റുകളും ശ്രീശാന്ത് നേടി. പന്ത് 2 വശങ്ങളിലേക്കും ലേറ്റായി സ്വിംഗ് ചെയ്യിക്കാനുള്ള ശ്രീശാന്തിൻ്റെ കഴിവ് സച്ചിൻ ടെണ്ടുൽക്കർ, അലൻ ഡൊണാൾഡ് തുടങ്ങിയ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പോലും പുകഴ്ത്തിയിട്ടുണ്ട്. തൻ്റെ ഔട്ട് സ്വിംഗറുകൾ കൊണ്ട് സച്ചിനെ പോലും നെറ്റ്സിൽ പലതവണ ശ്രീശാന്ത് ബുദ്ധിമുട്ടിച്ചിരുന്നു. വിജയങ്ങൾക്കൊപ്പം തന്നെ അച്ചടക്ക ലംഘനങ്ങളും വിവാദങ്ങളും ശ്രീശാന്തിൻ്റെ കരിയറിൻ്റെ ഭാഗമായിരുന്നു. മൈതാനത്തെ അമിതമായ ആവേശവും എതിർ ബാറ്റർമാരെ നിരന്തരം സ്ലെഡ്ജ് ചെയ്യുന്നതും പലപ്പോഴും മാച്ച് ഫീസിൻ്റെ വിഹിതം പിഴയായി നൽകേണ്ട സാഹചര്യങ്ങളുണ്ടാക്കി. റിക്കി പോണ്ടിംഗ്, ആൻഡ്രെ നെൽ, മൈക്കൽ വോൺ തുടങ്ങിയവരുമായുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടലുകൾ പ്രശസ്തമാണ്. 2008-ലെ ആദ്യ IPL സീസണിൽ കിങ്സ് 11 പഞ്ചാബിന് വേണ്ടി കളിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസുമായുള്ള മത്സരശേഷം മുംബൈ താരം ഹർഭജൻ സിംഗിൽ നിന്ന് ശ്രീശാന്തിന് കർണത്തടിയേറ്റ സംഭവം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. മത്സരം ജയിച്ച ശേഷം ശ്രീശാന്ത് നടത്തിയ ചില പ്രകോപനപരമായ വാക്കുകളാണ് ഹർഭജനെ പ്രകോപിപ്പിച്ചത്. ഗ്രൗണ്ടിൽ വെച്ച് ക്യാമറകൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ശ്രീശാന്തിൻ്റെ ദൃശ്യങ്ങൾ അന്ന് വലിയ വാർത്തയായി മാറി. പിൽക്കാലത്ത് ഹർഭജൻ ഈ സംഭവത്തിൽ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. 2013 മെയ് 16
ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാർത്തയാണ് ആ ദിവസം പുറത്തു വന്നത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുകയായിരുന്ന ശ്രീശാന്ത്, അജിത് ചണ്ഡില, അങ്കിത് ചവാൻ എന്നിവരെ സ്പോട്ട് ഫിക്സിംഗ് ആരോപണത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. 2013 മെയ് 9 മൊഹാലിയിൽ പഞ്ചാബിനെതിരായ മത്സരത്തിൽ ശ്രീശാന്ത് തന്റെ രണ്ടാമത്തെ ഓവറിന് മുൻപ് ട്രൗസറിൽ ടവറിൽ തിരികെ ബുക്കികൾക്ക് സൂചന നൽകിയെന്നും ആ ഓവറിൽ 14 റൺസിൽ കൂടുതൽ വിട്ടുനൽകാൻ ബുക്കികളിൽ നിന്ന് പണം വാങ്ങിയെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഡൽഹി പോലീസിന്റെ കഠിനമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ശ്രീശാന്തിനെ തിഹാർ ജയിലിലടച്ചു. താൻ പൂർണ്ണമായും നിരപരാധിയാണെന്നും ജിമ്മിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ടവൽ തിരുകിയതെന്നും ശ്രീശാന്ത് വാദിച്ചു. എന്നാൽ BCCI ഒട്ടും സമയം കളയാതെ ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തി. 27 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജൂൺ 11 ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതം എന്നേക്കുമായി അവസാനിച്ചതുപോലെയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ശ്രീശാന്ത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തിയ പോരാട്ടം ഏതൊരു സിനിമയെയും വെല്ലുന്നതായിരുന്നു. ജയിലിൽ നിന്നിറങ്ങി മാസങ്ങൾ കഴിഞ്ഞ് 2013 ഡിസംബർ 12 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ജയ്പൂരിലെ ഷെഖാവത്ത് രാജകുടുംബാംഗമായ ഭുവനേശ്വരി കുമാരിയെ ശ്രീശാന്ത് വിവാഹം കഴിച്ചു. 2015 ജൂലൈ 25 ഡൽഹി പട്യാല ഹൗസ് കോടതി മക്കോക്ക നിയമപ്രകാരം പോലീസിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നു കണ്ടെത്തി ശ്രീശാന്ത് അടക്കമുള്ള എല്ലാ കളിക്കാരെയും കേസിൽ നിന്ന് വെറുതെ വിട്ടു. 2019 മാർച്ചിൽ സുപ്രീം കോടതി BCCIയുടെ ആജീവനാന്ത വിലക്ക് റദ്ദാക്കുകയും ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാൻ BCCI ഓംബുഡ്സ്മാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. 2019 ഓഗസ്റ്റിൽ BCCI ഓംബുഡ്സ്മാൻ DK ജെയിൻ ശ്രീശാന്തിൻ്റെ വിലക്ക് 7 വർഷമായി കുറച്ചു. ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന ഈ കാലയളവിൽ ശ്രീശാന്ത് തളർന്നിരുന്നില്ല. ഹിന്ദിയിലും മലയാളത്തിലുമായി ചില സിനിമകളിൽ അഭിനയിച്ചു. 2018 ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പിൽ ഫസ്റ്റ് റണ്ണറപ്പായി. ആ ഷോയിൽ ഏറ്റവും വിവാദമുണ്ടാക്കിയ മത്സരാർത്ഥിയും ശ്രീശാന്തായിരുന്നു. തൻ്റെ ഫിറ്റ്നസ് നിലനിർത്താൻ മണിക്കൂറുകളോളം അദ്ദേഹം ജിമ്മിൽ ചിലവഴിച്ചു. 2020 സെപ്റ്റംബർ 13 വിലക്ക് അവസാനിച്ചു. 2021 ജനുവരിയിൽ തൻ്റെ 37-ാം വയസ്സിൽ ശ്രീശാന്ത് കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൂടെ ക്രിക്കറ്റ് പിച്ചിലേക്ക് തിരിച്ചെത്തി. ആദ്യ മത്സരത്തിൽ പുതുച്ചേരിയുടെ ഫാബിയൻ അഹമ്മദിനെ ക്ലീൻ ബൗൾഡാക്കിയ ശേഷം പിച്ചിനെ തൊട്ടുതൊഴുത് കണ്ണീരണിയുന്ന ശ്രീശാന്ത് കായിക പ്രേമികളുടെ മനസ്സ് തൊട്ടു. തുടർന്ന് കേരളത്തിനായി രഞ്ജി ട്രോഫിയിലും അദ്ദേഹം പന്തെറിഞ്ഞു. 2022 മാർച്ച് 9 തൻ്റെ 38-ാം വയസ്സിൽ ശ്രീശാന്ത് എല്ലാത്തരം ഇന്ത്യൻ ആഭ്യന്തര കായിക ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങൾ കേസും വിലക്കും കാരണം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യക്കായി ഇനിയും 100 കണക്കിന് വിക്കറ്റുകൾ നേടാൻ ശ്രീശാന്തിന് കഴിയുമായിരുന്നു. എത്രയൊക്കെ വീഴ്ചകൾ സംഭവിച്ചാലും വ്യവസ്ഥിതികൾ തള്ളിപ്പറഞ്ഞാലും ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയാണ് ശ്രീശാന്ത്. ഒരു ക്രിക്കറ്റർ എന്നതിലുപരി വിട്ടുകൊടുക്കാത്ത ഒരു പോരാളിയായി ശ്രീശാന്ത് എന്ന പേരിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും.